celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Hedge Brokery, 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി IOC UKയുടെ എ ഡേ ഫോർ ഇന്ത്യൻ ക്യാമ്പയിൻ അഡ്വക്കേറ്റ് M. ലിജു ഉദ്ഘാടനം നിർവഹിച്ച ക്യാമ്പയിനിൽ അണിനിരന്നത് പ്രമുഖ സോഷ്യൽ മീഡിയ പേജുകളിലെ അഡ്മിൻമാർ ഏകോപനത്തിനായി സജ്ജമാക്കിയത് 8 വാർ റൂം. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കേരള ചാപ്റ്റർ കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും UDF സ്ഥാനാർത്ഥികളുടെ വിജയത്തിനായി ഏപ്രിൽ 20-നാണ് പ്രവാസികളുടെ ഇടയിലും കേരളത്തിലും തരംഗമായി മാറിയ മുഴുദിന സോഷ്യൽ മീഡിയ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. പ്രമുഖ കോൺഗ്രസ് നേതാവും KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം, KPCC വാർ റൂം ചെയർമാൻ എന്നീ ചുമതലകൾ വഹിക്കുന്ന അഡ്വക്കേറ്റ് K. ലിജു ഓൺലൈനായി ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് പ്രചരണ തന്ത്രങ്ങൾ ഒരുക്കാൻ നിയോഗിക്കപ്പെട്ട ശ്രീ M. ലിജു OICC കേരള ഘടകമൊരുക്കിയ എ ഡേ ഫോർ ഇന്ത്യ ക്യാമ്പയിന്റെ ഉദ്ഘാടകനായി എത്തിയത് പ്രവാസികളായ കോൺഗ്രസ് പ്രവർത്തകരെ വലിയ ആവേശഭരിതരാക്കി എന്നതിന്റെ തെളിവായി. വിവിധ രാജ്യങ്ങളിൽ നിന്നും നിരവധി ജനാധിപത്യ വിശ്വാസികളാണ് ഓൺലൈനായി ഉദ്ഘാടനത്തിനും ക്യാമ്പയിനും പങ്കാളികളായത്. രാജ്യം തന്നെ അപകടത്തിലായ വളരെ സങ്കീർണമായ സാഹചര്യത്തിൽ നടക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന്റെ പ്രാധാന്യം പ്രവാസി ലോകത്തിനും അവരിലൂടെ വോട്ടർമാരായ അവരുടെ ബന്ധുമിത്രാദികളിലേക്ക് എത്തിക്കുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രവാസികളോടക്കം ചെയ്ത ജനദ്രോഹ നടപടികൾ തുറന്നു കാട്ടുക, കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും UDF സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങൾ ക്യാമ്പയിനിലൂടെ വിജയകരമായതായി പൂർത്തീകരിച്ചതായി ക്യാമ്പയിന് നേതൃത്വം നൽകിയ IOC കേരള ചാപ്റ്റർ പ്രസിഡന്റ് സുജു ഡാനിയൽ, IOC വക്താവ് അജിത്, IOC കേരള ചാപ്റ്റർ മീഡിയ കോർഡിനേറ്റർ റോമി കുര്യാക്കോസ്, തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ സാം ജോസഫ്, കൺവീനർമാരായ സുരാജ് കൃഷ്ണൻ, നിസാർ അലിയാർ എന്നിവർ പറഞ്ഞു. ക്യാമ്പയിനിന്റെ ഭാഗമായി UKയുടെ വിവിധ ഭാഗങ്ങളിൽ വാർ റൂം IOC കേരള ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകർ ഒരുമിച്ച് കൂടി വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ മുഖേന മുഴുവൻ സമയ തീവ്ര പ്രചരണമാണ് UDF സ്ഥാനാർത്ഥികൾക്കായി സംഘടിപ്പിച്ചത്. ക്യാമ്പയിനിന്റെ ഏകോപനത്തിനും സുഗമമായ പ്രവർത്തനത്തിനും IOC പ്രവർത്തകരുടെ മേൽനോട്ടത്തിൽ ലണ്ടൻ, ബോൾട്ടൺ, ബിർമിംഗ്ഹാം, മാഞ്ചസ്റ്റർ, പ്ലിമോത്ത്, ഇപ്സിച്ച്, പ്രസ്റ്റൺ, വിതിൻഷോ എന്നിവിടങ്ങളിൽ സജ്ജീകരിച്ചിരുന്ന വാർ റൂമുകളിൽ നിന്നും വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം മുഖേന UDF സ്ഥാനാർത്ഥികൾക്കായി 10,000-കണക്കിന് പോസ്റ്ററുകളാണ് ഷെയർ ചെയ്യപ്പെട്ടത്. ഇത്രയും പോസ്റ്ററുകൾ കേരളത്തിലും മറ്റിടങ്ങളിലുമായി ഏകദേശം 10,000-ലധികം സാമൂഹിക മാധ്യമ ഗ്രൂപ്പുകളിൽ എത്തിക്കാനായതും നിഷ്പക്ഷകരുടെ ഗ്രൂപ്പുകളിൽ രാഷ്ട്രീയം പറയാതെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനായതും IOC തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. ക്യാമ്പയിന്റെ വിവിധ ഘട്ട പ്രവർത്തനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി അംഗങ്ങളായ ജെന്നിഫർ ജോയ്, അജി ജോർജ്, അരുൺ പൗലോസ്, അരുൺ പൂവത്തുമൂട്ടിൽ, വിഷ്ണുദാസ്, വിഷ്ണു പ്രതാപ്, ജിതിൻ തോമസ് എന്നിവർ ചേർന്ന് ഏകോപനമൊരുക്കി. വാർ റൂം ലീഡേഴ്സായ ബോബിൻ ഫിലിപ്പ്, റോമി കുര്യാക്കോസ്, സാം ജോസഫ്, വിഷ്ണു പ്രതാപ്, അരുൺ പൂവത്തുമൂട്ടിൽ, ജിപ്സൺ ഫിലിപ്പ് ജോർജ്, ഷിന സാജു, സോണി പിടിവീട്ടിൽ എന്നിവരായിരുന്നു വാർ റൂം ലീഡേഴ്സ്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.